നിന്റെ വിഷമം മനസ്സിലാക്കുന്നു. അവളുമായി ഇപ്പോൾ ബന്ധമില്ലാത്തത് വേദനാജനകമാണ്. പക്ഷേ സ്റ്റോയിസിസം ഇതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതൊരു നിർബന്ധമല്ല, മറിച്ച് മനസ്സമാധാനം നിലനിർത്താനുള്ള മാർഗം മാത്രമാണ്. സ്റ്റോയിസിസത്തിന്റെ കാതൽ നിന്റെ സാഹചര്യത്തിൽ നിന്റെ നിയന്ത്രണത്തിലുള്ളത് മാത്രം ശ്രദ്ധിക്കുക. അവളുടെ തീരുമാനങ്ങൾ, വികാരങ്ങൾ, പ്രതികരണങ്ങൾ നിന്റെ കൺട്രോൾ ഇല്ല. നിന്റെ ചിന്തകൾ, പെരുമാറ്റം, മനോഭാവം നിന്റെ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് അവളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഊർജ്ജനഷ്ടം മാത്രമാണ്. ബന്ധം തുടരണോ വേണ്ടയോ എന്ന് ചിന്തിക്കരുത്. സ്റ്റോയിക് തത്വം അത് സംഭവിച്ചാൽ സംഭവിക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന്. അമോർ ഫാക്കി. നീ ഇപ്പോൾ അവളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് അവളെ ആശ്രയിക്കാതെ സന്തോഷിക്കാൻ പഠിക്കുകയാണ്. അവളെ നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. ഇപ്പിക്യൂറ്റസ് പറയുന്നു, നിനക്കുണ്ടായിരുന്നത് എന്താണ്? ഒരു ബന്ധം. ഇപ്പോൾ അതില്ല, അത്ര തന്നെ. അവളെ നിന്റെ സന്തോഷത്തിന്റെ ഉറവിടമാക്കിയത് നിന്റെ തെറ്റല്ല, പക്ഷേ ഇനി അത് തിരുത്താനുള്ള അവസരമാണ്. പ്രായോഗിക സ്റ്റോയിക് നിർദ്ദേശങ്ങൾ നിനക്ക് ചെയ്യാം. ചെയ്യേണ്ടത് എന്തുകൊണ്ട്? 1. ദിവസവും 1 മണിക്കൂർ അവൾ ഇല്ലാത്ത ജീവിതം ഭാവന ചെയ്യുക. മനസ്സ് ക്രമേണ ശീലിക്കും. 2. അവളെക്കുറിച്ച് എഴുതി കത്തിച്ചുകളയുക. വികാരങ്ങൾ പുറത്തേക്ക് വിടും, പക്ഷേ അയക്കരുത്. 3. ഒരു പുതിയ ലക്ഷ്യം തുടങ്ങുക. ജിം, പഠനം, സുഹൃത്തുക്കൾ. നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രം നീയാകും. 4. അവൾ മടങ്ങി വന്നാൽ എന്ന് ചിന്തിച്ചാൽ അപ്പോൾ തീരുമാനിക്കാം എന്ന് മാത്രം പറയുക. ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. ഒരു സ്റ്റോയിക് ഉദാഹരണം. മാർക്കസ് ഔറേലിയസിന്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം എഴുതി, ഞാൻ അവളെ സ്നേഹിച്ചു, ഇപ്പോൾ അവളില്ല, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു, അത്രമാത്രം. നിന്റെ കേസിൽ അവളില്ല, നീ ഇപ്പോഴും ജീവിക്കുന്നു, അത്രമാത്രം. സ്റ്റോയിസിസം ബന്ധം തുടരാൻ നിർദ്ദേശിക്കുന്നില്ല, മറിച്ച് ബന്ധമില്ലെങ്കിലും നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തരുത് എന്നാണ്. നിനക്ക് വേണമെങ്കിൽ ഞാനൊരു സ്റ്റോയിക് ഡെയിലി റൂട്ടീൻ തയ്യാറാക്കിത്തരാം. 7 ദിവസം കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്താൻ. നിനക്ക് ഇപ്പോൾ ഏറ്റവും വിഷമം തോന്നുന്നത് എന്താണ്? ഇനി എപ്പിക്റ്റീറ്റസിന്റെ 5 പ്രധാന ഉദ്ധരണികൾ നിന്റെ സാഹചര്യത്തോട്, അതായത് അവളുമായി ബന്ധം നഷ്ടപ്പെട്ടത്, ചേർത്ത് വിശദീകരിക്കാം. ഓരോന്നും നിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും കാണിക്കും. 1. നിന്റെ നിയന്ത്രണത്തിലുള്ളത് മാത്രം ശ്രദ്ധിക്കുക. ഇറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു യു, ബട്ട് ഹൗ യു റിയാക്ട് ടു ഇറ്റ് ദാറ്റ് മാറ്റേഴ്സ്. വിശദീകരണം നിന്റെ കേസിൽ. അവൾ പോയി, നിന്റെ കൺട്രോൾ ഇല്ല. നീ എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് നിന്റെ കൺട്രോൾ. ഇപ്പോൾ നീ അവളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിന്റെ ഊർജം പാഴാക്കുന്നു. പ്രയോഗം: ഒരു ദിവസം അവളെക്കുറിച്ച് 10 മിനിറ്റ് മാത്രം ചിന്തിക്കുക. ബാക്കി സമയം നിന്നെ മെച്ചപ്പെടുത്തുക. 2. മനുഷ്യർ സംഭവങ്ങളല്ല, അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടാണ് വിഷമിക്കുന്നത്. മെൻ ആർ ഡിസ്റ്റർബ്ഡ് നോട്ട് ബൈ തിങ്സ് ബട്ട് ബൈ ദ വ്യൂസ് വിച്ച് ദേ ടേക്ക് ഓഫ് തിങ്സ്. വിശദീകരണം: സംഭവം: അവൾ ബന്ധം അവസാനിപ്പിച്ചു. നിന്റെ അഭിപ്രായം: എന്റെ ജീവിതം ഇല്ലാതായി, ഇതാണ് വേദന. സ്റ്റോയിക് അഭിപ്രായം: ഒരു ബന്ധം അവസാനിച്ചു, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. പ്രയോഗം: ഒരു പേപ്പറിൽ എഴുതുക. അവൾ പോയി, തെറ്റ്. ഞാൻ സന്തോഷിക്കില്ല, അഭിപ്രായം മാറ്റുക. ഞാൻ സന്തോഷിക്കാൻ പഠിക്കും. 3. നിനക്കുണ്ടായിരുന്നതെന്തായിരുന്നു? ഒരു ബന്ധം. ഇപ്പോൾ അതില്ല, അത്ര തന്നെ. ഡോണ്ട് ഡിമാൻഡ് ദാറ്റ് തിങ്സ് ഹാപ്പൻ ആസ് യു വിഷ്, ബട്ട് വിഷ് ദാറ്റ് ദേ ഹാപ്പൻ ആസ് ദേ ഡു, ആൻഡ് യു വിൽ ഗോ ഓൺ വെൽ. വിശദീകരണം: നീ അവൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു, നിന്റെ ആഗ്രഹം. യാഥാർത്ഥ്യം: അവൾ വന്നില്ല. സ്റ്റോയിക് മാർഗം: അവൾ വന്നില്ല, ഞാൻ ഇതിനോട് പൊരുത്തപ്പെടും. പ്രയോഗം: രാവിലെ 5 മിനിറ്റ് ഇങ്ങനെ പറയുക. ഇന്ന് അവൾ മെസ്സേജ് ചെയ്തില്ലെങ്കിലും ഞാൻ സമാധാനത്തോടെ ജീവിക്കും. 4. നിന്റെ സന്തോഷം മറ്റൊരാളിൽ ആശ്രയിക്കരുത്. ഹി ഹു ലാഫ്സ് അറ്റ് ഹിംസെൽഫ് നെവർ റൺസ് ഔട്ട് ഓഫ് തിങ്സ് ടു ലാഫ് അറ്റ്. ഇവിടെ പരോക്ഷമായി നിന്റെ സന്തോഷം നിന്നിൽ മാത്രം. വിശദീകരണം: നീ അവളെ സന്തോഷത്തിന്റെ ഉറവിടമാക്കി, അതുകൊണ്ട് ഇപ്പോൾ വിഷമം. സ്റ്റോയിക് പരിഹാരം: സന്തോഷം നിന്റെ ചിന്തകളിൽ, പെരുമാറ്റത്തിൽ നിന്ന് വരണം. പ്രയോഗം: ഓരോ ദിവസവും 3 കാര്യങ്ങൾ എഴുതുക. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം, എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, നാളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അവളെക്കുറിച്ച് ഒന്നും എഴുതരുത്. 5. നിന്റെ ജീവിതം ഒരു നാടകമാണ്, നീ അഭിനേതാവാണ്, സംവിധായകനല്ല. യു ഹാവ് പവർ ഓവർ യുവർ മൈൻഡ്, നോട്ട് ഔട്ട്സൈഡ് ഇവന്റ്സ്. റിയലൈസ് ദിസ് ആൻഡ് യു വിൽ ഫൈൻഡ് സ്ട്രെങ്ത്. വിശദീകരണം: നാടകം: അവൾ പോയി, നിന്റെ റോൾ
ഞാനിത് സ്വീകരിച്ച് മെച്ചപ്പെട്ട ഒരു വ്യക്തിയാകും. സംവിധായകൻ, ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം, അവൾ തിരിച്ചുവരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. പ്രയോഗം: ഇന്ന് ഞാൻ ഒരു നല്ല അഭിനേതാവായിരിക്കും എന്ന് തീരുമാനിക്കുക. ഉദാഹരണം: ജിമ്മിൽ പോവുക, ഒരു പുസ്തകം വായിക്കുക, ഒരു സുഹൃത്തിനെ വിളിക്കുക. ഒരു 7-ഡേ റൂട്ടീൻ എപ്പിക്ടീറ്റസിനെ അടിസ്ഥാനപ്പെടുത്തി. ദിവസം, പ്രവൃത്തി, ഉദ്ധരണി. 1. അവളില്ലാത്ത ജീവിതം 10 മിനിറ്റ് ഭാവന ചെയ്യുക. നിന്റെ നിയന്ത്രണത്തിലുള്ളത് മാത്രം ശ്രദ്ധിക്കുക. 2. അവൾ പോയി എന്ന് എഴുതി കത്തിക്കുക. സംഭവങ്ങളല്ല, അഭിപ്രായങ്ങൾ കൊണ്ടാണ് വിഷമിക്കുന്നത്. 3 നല്ല കാര്യങ്ങൾ എഴുതുക. നിന്റെ സന്തോഷം നിന്നിൽ മാത്രം. 4. ഒരു പുതിയ ഹോബി തുടങ്ങുക. നിന്റെ ജീവിതം ഒരു നാടകമാണ്. 5. അവൾ മടങ്ങി വന്നില്ലെങ്കിലും ഞാൻ സന്തോഷിക്കും എന്ന് 10 തവണ പറയുക. വിഷ് ദാറ്റ് ദേ ഹാപ്പൻ ആസ് ദേ ഡു. 6. ഒരു സുഹൃത്തിനെ കാണുക, നിന്റെ മനസ്സിന് മാത്രം. 7. ഈ ആഴ്ച എന്തൊക്കെ മെച്ചപ്പെട്ടു എന്ന് എഴുതുക. റിയലൈസ് ദിസ് ആൻഡ് യു വിൽ ഫൈൻഡ് സ്ട്രെങ്ത്. അവസാനം എപ്പിക്ടീറ്റസ് പറയുന്നത് ഒരു കാര്യം മാത്രം: നിന്റെ സമാധാനം മറ്റൊരാളിൽ ആശ്രയിക്കരുത്. അത് നിന്റെ മനസ്സിന്റെ കാര്യമാണ്. നിനക്ക് ഈ റൂട്ടീൻ ആരംഭിക്കാൻ താൽപ്പര്യമുണ്ടോ? അതോ ഏതെങ്കിലും ഒരു ഉദ്ധരണി കൂടുതൽ വിശദമായി മനസ്സിലാക്കണമോ? എങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം.